നമസ്കാരം. കല്ലമ്പലം കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ജാമിയ സ്വലാഹിയ അറബിക് കോളേജിൽ 13-കാരനായ വിദ്യാർത്ഥി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായ സംഭവം പുറത്തു വന്നതിനു പിന്നാലെ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ കുട്ടിയെ മർദ്ദിച്ചതിനാണ് വൈസ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ട്രസ്റ്റ് കമ്മിറ്റി കൂടിയ യോഗത്തിൽ പോക്സോ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന വൈസ് പ്രിൻസിപ്പലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും നിലവിലെ പ്രിൻസിപ്പലിനെ പുറത്താക്കുകയും ചെയ്തു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതാൻ വയ്യ. കാരണം ദുരനുഭവം താങ്ങാവുന്നതിലും അപ്പുറമായതോടെയാണ് ഇരയായ വിദ്യാർത്ഥി പരാതി നൽകിയത്. 25 വർഷത്തോളം KTCT ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്ന PJ നഹാസ് DNA ന്യൂസിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ആ ശബ്ദ സംഭാഷണത്തിലേക്ക്. ഹലോ, നഹാസ് ആണോ? അതെ, എന്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ DNA ന്യൂസിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ഈ KTCTയില് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടന്നു. അപ്പോ താങ്കളും അതിന്റെ മുൻ ഭാരവാഹിയായിരുന്നു. ഞാൻ അതിന് 25 കൊല്ലം എന്റെ ചെയർമാനായിരുന്നു. എത്ര? 25 കൊല്ലത്തോളം, 24 കൊല്ലത്തോളം അല്ലെ ചെയർമാൻ. അല്ല, മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെല്ലാം കൊണ്ടുവരാൻ മുൻകൈ എടുത്താണ്. എന്നെ ഒരു പാട്ട് എഴുതിയ വിഷയമായിട്ട് ഞാനിപ്പോ ഒന്ന് കഴിഞ്ഞൊരു കമ്മിറ്റി പുറത്തു പോയാണ് 1 വർഷം മുമ്പ്. അതായത് ഈ പാട്ട് എഴുതിയതിന്റെ പേരിലാണോ താങ്കളെ ഈ മാത്രമേ ഉള്ളൂ. അതുപോലെ പിന്നെ ഞാൻ പാട്ട് അശ്ലീല പാട്ടുമല്ലായിരുന്നോ? ഒന്നുമല്ല, ഈ പാലാപ്പള്ളി തിരുപ്പള്ളി എന്നൊരു ട്യൂൺ ഇറങ്ങില്ലേ, ഞാൻ കടുവാപ്പള്ളി പുകഴ്പള്ളി അങ്ങനെ ആ ട്യൂണിലൊരു പാട്ട് എഴുതി ഇറങ്ങിയപ്പോ അത് കുറെ മൗലവിമാർക്കും കുറെ പേർക്കും ഒരു വിഷയമായി മാറി. അതിൽ കാര്യങ്ങൾ പറയുന്നത് കുറെ ഈഗോ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഞങ്ങള് ഇപ്പൊ അന്ന് KTCT ഞാനാണ് KTCT എന്നുള്ളല്ലേ ഒരു പറഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു. അത് കുറെ മൗലവിമാരും കുറെ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും കുറെ എതിർപ്പുണ്ടായിരുന്നു. ഇത് ഇറങ്ങിയപ്പോ കുറെ മൗലവിമാര് യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വിഷയം വന്നു. അങ്ങനെ നടപടി എടുത്തേ പറ്റുമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം വന്ന് അങ്ങനെ പുറത്താക്കിയതാ. ഞാൻ പിന്നെ തിരിച്ചങ്ങനെ കയറാൻ ശ്രമങ്ങൾ നടത്തിയില്ല, കുറച്ചാൽ ഇങ്ങനെ പോട്ടെന്ന് കരുതി. അതിപ്പോ 1 കൊല്ലം കഴിഞ്ഞു. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയങ്ങൾ കാര്യം. ഇതിപ്പോ ഒരു ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതെ, ഞാനിപ്പോ താങ്കളെ വിളിച്ചത് KTCTയുടെ കീഴിലുള്ള ജാമിയ സ്വലാഹിയ അറബിക് കോളേജിലാണല്ലോ ഈ ഒരു പ്രകൃതി പീഡനത്തിന് 13-കാരന് ഇരയായത്. പക്ഷേ അത് താങ്കളായിരുന്നു അതിന്റെ ചെയർമാന്റെ സ്ഥാനത്തെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിർഭാഗ്യവശാൽ അതിന്റെ ചെയർമാൻ ഇടപെട്ടാണ് ഈ പ്രതികളെ ഈ പരാതിയിൽ ഇടപെട്ട് ഈ പരാതി നടപടിയെടുക്കുന്നതിൽ വൈകിപ്പിച്ചു എന്നുള്ള ആരോപണം നാട്ടുകാരിൽ തന്നെ നമ്മൾ പലരും വിളിച്ചറിയിച്ചിരുന്നു. അതുകൊണ്ട് അതിൽ 2 കാര്യങ്ങളുണ്ട്. അത് ആ സ്ഥാപനത്തിന്റെ ചെയർമാനും കൺവീനർക്കും അതിൽ പങ്കുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പാളും പങ്കുണ്ട്, ഒപ്പം ട്രസ്റ്റിന്റെ ചെയർമാനുണ്ട്. അതാണ് ഈ നഹാസ് പഞ്ചായത്ത് പ്രസിഡന്റ്. പുള്ളിക്കും അതിൽ, കാരണം അവരെല്ലാം അറിഞ്ഞിരുന്നതാണ്. അവർ അറിഞ്ഞിട്ട് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ എന്നിട്ട് ഇപ്പൊ എല്ലാം കൂടെ കൊണ്ട് ആ പ്രിൻസിപ്പളിന് തലയിൽ വെച്ചിരിക്കുകയാണ് അവരെല്ലാം കൂടെ. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളായിരുന്നു ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്തെങ്കിൽ ഇത്തരമൊരു സംഭവം അറിയുമ്പോൾ താങ്കൾ എന്ത് നടപടിയായിരിക്കും? ഞാൻ കൃത്യമായിട്ട് നടപടി, കാരണം ഈ ഇപ്പൊ അതിൽ സൃഷ്ടിച്ച 2 കുട്ടികളുണ്ട്, ഇനിയിപ്പോ 4 പേർ, അവരത് കൃത്യമായിട്ടും പ്രതികളാണ്. പക്ഷെ ഈ ഭാരവാഹികളുടെ ഒരു വീഴ്ച ഞാൻ ഒരിക്കലും അംഗീകരിക്കണം. അവരിത് ചെയ്തിട്ട് അവർ ഒതുക്കാനും ശ്രമിക്കുകയും പിന്നെ അവസാനം നടക്കാതെ വരികയും ഒക്കെ. ഇതിലൊരു മൗലവി അറസ്റ്റായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ. പുള്ളി എന്തൊക്കെ പറയുന്നത്, പുള്ളി ഈ കുട്ടിയെ ചെവുക്ക് വന്നപ്പോൾ വ്യാപിച്ച് അടിച്ചു. ആ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു 30 കൊല്ലമായിട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയും നല്ലൊരു മനുഷ്യനാണ്. ഇതുവരെ ഒരു കാര്യം, നല്ലൊരു മനുഷ്യനാണെങ്കിൽ പോലും ഇത്തരം ഒരു സംഭവം ഉണ്ടാകും. അല്ല, ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. 30 കൊല്ലം നമുക്ക് അറിയാവുന്നത് നല്ല നോളജ്, ജനറൽ നോളജും ഇസ്ലാം എല്ലാ പഠനം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ ഈ ട്രസ്റ്റിന്റെ എല്ലാ വിഷയങ്ങളിലും പുള്ളിയെ തന്നെ ഞാൻ പല വേദികളിലൊക്കെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. പക്ഷെ നന്നായി സംസാരിക്കും. പുള്ളി ഒരു നല്ലൊരു സെക്യൂരിസ്റ്റും കൂടെയാണ്. നന്നായി ഇത് എന്ത് പറ്റിയെന്നുള്ള ഞാനിപ്പോ തന്നെ അന്തം വിട്ടിരിക്കുക. ഞാൻ മാറില്ല, എന്നെ പോലെ ഒരുപാട് പേര് ആ നിമിഷം കുട്ടി എങ്ങനെ അടിക്കാൻ തോന്നി എന്നുള്ള ആ ഒരു വിഷയം നമുക്കുള്ളൂ. മറ്റു കാര്യം പുള്ളിക്ക് ഇന്നൊരു ഒരു നെഗറ്റീവ് ഇല്ല അവിടെ. അതെല്ലാവർക്കും ഒരു നെഗറ്റീവ്. അപ്പൊ ആ പെട്ടിയെ പെട്ടു. പക്ഷെ അതിനെ പർപ്പസ് ആയിട്ട് ഇവര് പെടുത്തിയാണെന്ന് സംശയമുണ്ട്. ഈ ട്രസ്റ്റ് കമ്മിറ്റിക്കാർ പെടുത്തിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അവിടെ ഒരു കാര്യം ഇപ്പോ നമുക്ക് അവിടുത്തെ അറിയാൻ കഴിയുന്നത്, ഇദ്ദേഹം റിമാൻഡിലാണല്ലോ. ഈ റഫീഖ് മുഹമ്മദ് സെക്രട്ടറിയുടെ അനിയൻ, ജനറൽ സെക്രട്ടറിയുടെ അനിയനാണ് ഈ റിമാൻഡിലുള്ള ഈ മൗലവി. അതെ, അദ്ദേഹം തിരിച്ച് റിമാൻഡ് കാലാവധി കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് തിരികെ വൈസ് പ്രിൻസിപ്പലിന്റെ സ്ഥാനത്തേക്ക് കയറ്റാനും ഈ കുറ്റം മറച്ചു എന്ന ഒരു കുറ്റത്തിന് പ്രിൻസിപ്പളിനെ പുറത്താക്കാനുമാണ് തീരുമാനമെന്ന് പ്രിൻസിപ്പാളിനെ പുറത്താക്കി കഴിഞ്ഞു. മെനങ്ങാന്ന് കൂടി കമ്മിറ്റി പ്രിൻസിപ്പാളിനെ പുറത്താക്കി കഴിഞ്ഞു. ഓ, അത് ശരി. എന്നിട്ട് ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മൗലവിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടി. കാരണം പോക്സോ കേസിലെ പ്രതി, ഞാൻ മൗലവി അല്ലെന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹം നിലവിൽ പോക്സോ കേസിലെ പ്രതിയാണ്. അപ്പൊ ഈ പ്രതിക്ക് ഒരു കമ്മിറ്റി ഐക്യത പ്രഖ്യാപിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്.
എന്റെ രണ്ടോ സുഹൃത്തുക്കൾ അതിനകത്തുണ്ട്. എനിക്ക് 3-4 പേര് ആ കമ്മിറ്റിക്ക് അകത്തുണ്ട്. അപ്പൊ അവര് വന്ന റിപ്പോർട്ടാണ്. ഇദ്ദേഹം എല്ലാവരും കാരണം സെക്രട്ടറിയുടെ അനിയെന്നായതുകൊണ്ട് ഇദ്ദേഹം എല്ലാ സപ്പോർട്ടും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കമ്മിറ്റി. അല്ല, നിയമപരമായിട്ട് അദ്ദേഹം നിയമത്തിന് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹം കുറ്റക്കാരനല്ല, റിമാൻഡിലല്ല, ജയിലിലാണല്ലോ ഇപ്പോഴും. അത് ഈ KTCT പോലുള്ള മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം അത്തരത്തിൽ ഉള്ള ഒരു പിന്തുണ കൊടുക്കുന്നത് ഒരിക്കലും മൂവ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തീരുമാനം എടുക്കാൻ അത് തെറ്റാണ്. കാരണം പ്രതി ആരായാലും എന്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയാൽ പോലും അദ്ദേഹത്തിന് ചെയ്ത കുറ്റം നിലനിൽക്കുക അല്ലെങ്കിൽ കോടതി തീരുമാനം അദ്ദേഹത്തിന് അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതിപ്പോ പോക്സോയിലെ പ്രതിയെ സപ്പോർട്ട് ചെയ്യുകയില്ലേ, അത് സെക്രട്ടറിയുടെ അനിയനായോണ്ട് മാത്രമാണ്. അതാണ് എന്റെ പോയിന്റ്. സെക്രട്ടറി അനിയനോട് മാത്രം ഈ കമ്മിറ്റി സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവർക്ക് എന്റെ അത് ഗ്രാഹ്യമുള്ള ആരും ഇല്ലാത്തതുകൊണ്ടാണ്. സെക്രട്ടറിയുടെ ഹലോ, സെക്രട്ടറിയുടെ പേരെന്താണ്? അബ്ദുൾ റഹീം. അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനാണ് റഫീഖ് മൗലവിനാണ് വൈസ് പ്രിൻസിപ്പാള്. ഇപ്പൊ ചെയ്തേക്കുന്ന ഇതിൽ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ കമ്മിറ്റി കൂടി മുഴുവൻ കുറ്റവും ചെയ്ത് പ്രിൻസിപ്പാൾ ആണെന്ന് വരുത്തിക്കൊണ്ട് അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രതിയാവേണ്ടതാണ്. ആ പ്രിൻസിപ്പൽ ഇവരെ പ്രതിയായിട്ടില്ല. അപ്പൊ ഇവര് പറയുന്നു ഇത് എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പാളിനെ അറിയിച്ചിരുന്നു. ഇവിടെ ഈ പീഡനം നടക്കുന്നു, പ്രശ്നം നടക്കുന്നു എല്ലാം അറിയിച്ചിട്ടും അങ്ങേര് ഇതുവരെ ഇത് ഒരു പോയിന്റ് പോയി എന്ത് ചെയ്തില്ല പറഞ്ഞില്ല. അപ്പൊ അങ്ങേരെ ഇത് പുറത്തു വന്നാൽ അങ്ങേരും പ്രതിയാവും. സ്വാഭാവികമായിട്ട് ഇത് കേസുകൾ അദ്ദേഹം പ്രതിയാവേണ്ടതാണ്. അല്ല, അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികരായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് വലിയ കഷ്ടമാണ്. അത് പറയാൻ കഴിയില്ല. അതെന്താ കാര്യം? അതൊരു വലിയ ഇതിപ്പോ ഈ സംഭവം തുടങ്ങിയിട്ട് ഇപ്പൊ CA തന്നെ റിപ്പോർട്ടിൽ FIR ഇട്ടിരിക്കുന്നത് ആഗസ്റ്റ് 2024 നടക്കുന്നതാണ്. പക്ഷെ CI പേഴ്സണൽ പറഞ്ഞാൽ ഇത് 1.5 വർഷം നടക്കുന്നു, അല്ലെ 6 മാസം മുമ്പൊന്നും അല്ല തുടങ്ങിയത്. ഈ പരിപാടി ഒരുപാട് വർഷങ്ങളായി നടക്കുകയാണ്. അവിടുത്തെ ഓർഫനേജിലെ കുട്ടികൾ, അവിടുത്തെ ഈ ഹിബിൾ എന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ, അവരാണ് കൊച്ചു കുട്ടികൾ. അപ്പൊ അവരെയാണെങ്കിൽ മുതിർന്ന കിതാബ് എന്നൊരു കോഴ്സൊക്കെ ഉണ്ട്, ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികളാണ് ഈ ഹിബിൾ പറയുന്ന കുട്ടികളെ ഈ പരിപാടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ 12, 13, 10 വയസ്സൊക്കെ കുട്ടികളാണ് ഉപയോഗപ്പെടുന്നത്. ഇത് ഒരു കുട്ടി മാത്രം, ഒരു കുട്ടിയാണ് പുറത്ത് പറയാൻ തയ്യാറായത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ അവിടെ ഒരു കാര്യം. അതായത് താങ്കൾ പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവം നടന്നു വരികയാണെന്ന്. അത് ട്രസ്റ്റിന്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും അത് എന്റെ മാത്രമേ ഈ 13 കുട്ടി മൊഴി കൊടുത്തു കഴിഞ്ഞു. ആ മൊഴിയുടെ FIR-ലുണ്ട് എന്നെ എത്രയോ 6-7 മാസങ്ങളായി പീഡിപ്പിച്ചു വരികയാണെന്ന് ആ ഒരു കുട്ടീനെ പറയുന്നുണ്ട്. അതിൽ CI വ്യക്തമായി പറഞ്ഞ ആഗസ്റ്റ് 2024 ആഗസ്റ്റ് മുതൽ എന്നെ പീഡിപ്പിക്കുന്നു അവൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ മൊഴിയിലുണ്ട് അതിനകത്ത്. അപ്പൊ മറ്റു കുട്ടികളൊക്കെ ഇത് ധാരാളം പെട്ടാണ്. അപ്പൊ അന്ന് CI ഇത് വേറെ കുട്ടികളൊക്കെ ഉണ്ട്, ഞാനൊരു അന്വേഷണം തുടങ്ങി കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരുപാട് എനിക്ക് എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, പര്യടനം നടത്തേണ്ടി വരും എന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി എന്തോ അതിനായിട്ട് മുതിർന്നില്ല. പക്ഷെ ഈ പ്രിൻസിപ്പാളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പ്രിൻസിപ്പാളൊക്കെ നിർബന്ധമായും ഇത് അറിഞ്ഞ് മറച്ചു വെച്ചെങ്കിൽ ഈ വൈസ് പ്രിൻസിപ്പാൾ മാത്രം അകത്ത് പോയി, പ്രിൻസിപ്പാൾ അകത്ത് പോയില്ല. ഇപ്പൊ പ്രിൻസിപ്പാളിനെ റെസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇവരിപ്പോ വൈസ് പ്രിൻസിപ്പാളിന് ആ പ്രതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനും നിയമസഭ കൊടുക്കാനും കമ്മിറ്റി തീരുമാനിച്ചിരിക്കുക. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അല്ല, ട്രസ്റ്റിൽ തന്നെയുള്ള ഉന്നതനായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ പരാതി വൈകിപ്പിക്കാനും ഈ പരാതിയിൽ ഇടപെട്ട് പ്രതികളെ രക്ഷപ്പെടുത്താനും. പങ്കുണ്ട്. കാരണം ഇതിലിപ്പോ അവിടെ രാഷ്ട്രീയ നടത്താൻ കഴിയുന്ന ഒരു അദ്ദേഹം ഏരിയ കമ്മിറ്റി മെമ്പറാണ് പുള്ളി, പ്രസിഡന്റ്. പുള്ളി വഴിയാണെല്ലാം നീങ്ങിയത്. പക്ഷെ അദ്ദേഹമൊക്കെ ഒരുപാട് പത്രക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ കല്ലമ്പലത്തിലെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞ അത്രയും അദ്ദേഹമാണ്. അതില് ഞാനും സത്യം പറഞ്ഞ അവിടെ ഇരിക്കുമ്പോഴാണ് വിളിച്ചു പറയുന്നത്. അവിടെ ദേശാഭിമാനി കേരളം വിളിച്ചു പറഞ്ഞിട്ട് ഇതെന്നോ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒന്ന് പെൻഡിങ്ങിൽ വെക്കണം, 2 ദിവസം കഴിഞ്ഞ് ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇട്ടുകളായിരുന്നു പറഞ്ഞു. പക്ഷെ അതിന്റെ 2 ദിവസം മുമ്പാണ് ഇവർക്കെല്ലാം വിളിച്ചാവാ. കാരണം ഒരു പത്രപ്രവർത്തനക്ക് അവാർഡ് കൊടുക്കാറുള്ളൂ. ഇത് കല്ലമ്പലത്തിലെ ഒരു 3/4 പങ്ക് പേർക്കും വിളിച്ച് സ്കൂളില് ഫലകവും പ്രശംസാപത്രവും കൊടുത്തിരിക്കുകയാണ്. ഒരു 5-6ഓളം പേർ കൊടുത്തിരിക്കുകയാണ്. ഒരു വിഷ്വൽ മീഡിയ ഉണ്ട്, കേരളാമതി ഉണ്ട്, മനോരമയുണ്ട്, മാധ്യമമുണ്ട്, പിന്നെ കല്ലമ്പലം ന്യൂസ് ഉണ്ട്, ഹിറ്റ് ന്യൂസ് ഉണ്ട്, സഞ്ചാരമുണ്ട്. ഇവർക്കെല്ലാം കാരണം അങ്ങനെ ഒരു പതിവില്ല. ഞാൻ ഇതിന്റെ 15 ഞാൻ സ്കൂൾ ചെയർമാനായിരുന്നു. അന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൊള്ളാവുന്ന ആർട്ടിക്കൽ വർക്കിലെല്ലാം നോക്കിയിട്ട് ഓരോ പത്രപ്രവർത്തനം നമ്മൾ അങ്ങനെ വിളിച്ച് ഒരു ആദരവ് കൊടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ല ഇതിപ്പോ കൂട്ടത്തോടെ ഒരു ആദരവ്. അപ്പൊ അതിൽ തന്നെ ഒരു സംശയമുണ്ട്. കാരണം ഇത് കേസ് വർഷങ്ങളെ നടന്നവരെയാണ്. ഇത് കേസാവുന്നൊക്കെ അവർക്ക് നല്ല ബോധ്യപ്പെട്ട് കാണും. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പത്രക്കാരെയൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി. പക്ഷെ അതിൽ പലരും തന്നെ വാർത്ത, പലരും ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരാളോ മറ്റോ KTCT എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആരും പേര് പറഞ്ഞിട്ടില്ല. കൂടെ ഉണ്ട്. അതെ, മനോരമയിൽ പോലും പറഞ്ഞിട്ടില്ല. മനോരമയുടെ പ്രാദേശിക ലേഖകന് അവാർഡുണ്ട്. മനുവിന് അവാർഡുണ്ട്. ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു തരത്തിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഈ കുട്ടികളെ ഇതിന്റെ എല്ലാം കണ്ടന്റ് വെച്ചുകൊണ്ട് നന്നായിട്ട് വാർത്ത ചെയ്ത് അത്
നിരന്തരം ഇതിലൊരു അറുതി ഉണ്ടാകണം. അല്ലെങ്കിൽ തന്നെയും ഈ വിഷയം തന്നെ മോശമല്ലേ? അല്ല അതല്ല, ഈ കുട്ടികളെ, കൊച്ചു കുട്ടികളെ മതപഠനം ആവശ്യമാണ് എല്ലാ മതത്തിലും. അപ്പൊ ആ കുട്ടികളെയൊക്കെ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ അയക്കുന്നത് ആ കുട്ടികളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ്. അവിടെ സുരക്ഷിതത്വമല്ല, കാരണം അതിനകത്ത് ഈ പഠിക്കുന്നതിന്റെ മൂക്ക് ആ കാമ്പൗണ്ടിൽ തന്നെയാണ് ട്രസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ മൂക്കിന് താഴെ ഇരിക്കുകയാണ്. ഈ അറബി കോളേജിന്റെ കഴിവാൻ കണ്ണൂരുണ്ട്, അവര് മൂക്കിന് താഴെയുണ്ട്. അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഉണ്ട്. ഇവരാരും ഇതിലൊന്ന് എത്രയോ നാളെ നടന്നിട്ട് ഇവരൊന്ന് കണ്ടുപിടിക്കാനോ ഈ കുട്ടികളെ പീഡനം അറിയാനോ എന്ന് ഇവരാരും ശ്രമിച്ചിട്ടില്ല. ഇപ്പോ ഒരു കുട്ടിയെ അതായത് നിവൃത്തിയില്ലാതെ അവനെ പീഡനത്തിനാക്കിയ വിവരം ചെന്ന് അവനെ സഹിക്കാൻ കഴിയാതെ വന്ന് പ്രിൻസിപ്പാളിനെ, വൈസ് പ്രിൻസിപ്പാളിനാണോ പറഞ്ഞത്. എന്നിട്ട് ഈ വിവരങ്ങൾ ഈ വൈസ് പ്രിൻസിപ്പാൾ അപ്പോഴേ പ്രിൻസിപ്പാളിനെയും മറ്റ് അധ്യാപകരെയൊക്കെ അറിയിച്ചു. അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞാന്ന് വെച്ചാൽ ഞാൻ ഇത് നോക്കിക്കോളാം, നിങ്ങൾ ആരും അറിയണ്ട എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞതായിട്ടാണ് വൈസ് പ്രിൻസിപ്പാൾ ഇപ്പൊ പറയുന്നത്. ഈ അകത്തിടക്കുന്നത് ആ മൊഴിയോടെ ഇന്നലെ അങ്ങനെ സസ്പെൻഡ് ചെയ്തു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടികളെ, അതായത് ഈ കുട്ടി തന്നെ തുറന്നു പറഞ്ഞു 6-7 മാസങ്ങളായിട്ട് താൻ പീഡിപ്പിക്കപ്പെടുകയാണെന്ന്. ഇപ്പൊ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ഒരു കൗൺസിലിംഗ് ആവശ്യമല്ലേ? കൗൺസിലിംഗും ആവശ്യമാണ്, സുരക്ഷിതത്വം ആവശ്യമാണ്. നിലവിലുള്ള സ്റ്റാഫുകളെ കുറിച്ചും പരിശോധിക്കണം. അവിടെ വാർഡനുണ്ട്, അവനെ ഇവരൊക്കെ കൂട്ടു നിൽക്കുന്നു എന്ന് സംശയമുണ്ട് നമുക്ക്. അങ്ങനെ ഇത് ആരെങ്കിലും വഴി ഇത് വെളി അറിയേണ്ടതല്ലേ? നിരന്തര പീഡനങ്ങൾ ഇങ്ങനെ വരുമ്പോ ഇവരെല്ലാം കാരണം അത് അവിടെ ഒരു സംഘമാണ്, ഒരു 10-12 പേരുടെ ഒരു സംഘമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രായപൂർത്തിയാവാത്തവരുണ്ട്, പ്രായപൂർത്തിയായവരുണ്ട്. ഒരു 16 മുതൽ 10-24 വയസ്സുള്ള കുട്ടി അതിനകത്തുണ്ട്. നമുക്ക് മെയിൻ വിഷയം ഇത് ഈ കുട്ടികളുടെ പീഡനം, അതാണ് ഏറ്റവും വലിയ വിഷയം. അനുഭവിക്കുന്നവരും എന്റെ മകന്റെ പോലത്തെ കുട്ടികളാണ്, കാരണം 10-12 വയസ്സ് കുട്ടികൾ. അപ്പൊ അവർ അനുഭവിക്കുന്ന മാനസിക പീഡനം, ശാരീരിക പീഡനം, ഇത് എവിടെയും പരാതി പറയാൻ കഴിയുന്നില്ല. പരാതി പറയുന്നത് വീണ്ടും മർദ്ദനം. ഇത് അറിയുന്ന അധികാരികളൊന്നും ചെയ്യുന്നില്ല. അവരെ മൂക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ട്രസ്റ്റിന്റെ ഞാൻ അവരുടെയാണ് ഞാൻ ആരോട് ഉന്നയിക്കുന്നത്. ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അറബിക് കോളേജിന്റെ ചെയർമാൻ, കൺവീനർ, പ്രിൻസിപ്പാള്, ഇവരാരും ഇത്രയും മാസം നടക്കുന്നത് അറിയുന്ന പിന്നെ അവർ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഈ 13 വയസ്സായ കുട്ടി എന്തുമാത്രം മാനസിക ആഘാതം ആ കുട്ടി നേരിട്ടിരിക്കും. അതല്ലേ സഹിക്കാൻ കഴിയാതെയാണ് അവർ ചെയ്തത്. അതിന്റെ ഫാദർ എന്ന് പറയും, എന്റെ കുട്ടി അനുഭവിച്ച മാനസിക ഗുണം കൊണ്ട് ഞാൻ ഇനി ഒരു കോംപ്രസ് തയ്യാറല്ല. പലരും ചെന്ന് കാല് പിടിച്ചു. ഇത് ഒതുക്കാൻ വേണ്ടി ട്രസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചു. അവരാരും ഇതിന് തയ്യാറായില്ല. കാരണം അവർ എന്റെ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ മാസങ്ങൾ അനുഭവിക്കുന്നതാണ്. അത് ഇവരൊക്കെ അറിയണം, ആരാലും അറിയണം. എന്തായാലും താങ്കൾ ഒരു പാട്ട് എഴുതിയതിനാണ് താങ്കളെ പുറത്താക്കിയതെങ്കിൽ വേറെ ഒരു പാട്ട് ഗുരുതരമായ ഒരു പാട്ട് എഴുതിയതിന് അന്ന് തന്നെ അടിയന്തര കമ്മിറ്റി കൂടി ആ നിമിഷം ഒരു നബിദിനത്തിന്റെ ദിവസമായിരുന്നു ഞാൻ ഈ പാട്ട് ഇറക്കിയത്. അന്ന് നബിദിനത്തിന്റെ പരിപാടികൾ അവസാനിക്കും രാത്രി വൈകുന്നേരം 2 മണിക്കാണ്, ഉച്ചയ്ക്ക്. ഇവര് 3 മണിക്ക് തന്നെ അടിയന്തര കമ്മിറ്റി എന്നെ പുറത്താക്കി. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഒരു കുറ്റകൃത്യം, അതൊരു കുറ്റകൃത്യമാണെങ്കിൽ താങ്കൾ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഇത്തരം ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നതിനെ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നില്ല, കൂട്ടപീഡനം. അതെ, മറച്ചു അതിന് ഒരു നടപടികൾ കഴിയുന്നില്ല. മറച്ചു വയ്ക്കുക. ആ പരാതി അതിന് തന്നെ 3 ദിവസം കഴിഞ്ഞാണ് കമ്മിറ്റി കൂടി, അടിയന്തര കമ്മിറ്റി കൂടിയിട്ടില്ല. അതെ. അപ്പൊ ഞാൻ മാത്രമല്ല അന്ന് പത്രസമ്മേളനങ്ങൾ നിരന്തരം 3-4 പത്രസമ്മേളനം വിളിച്ച് എനിക്കെതിരെ വളരെ മോശമായി പുറത്താക്കി. അത് ഒരു പാട്ട് മറ്റേതാണ് മറിച്ചാണ്. ഈ പാട്ട് ലോകത്തിനകം നാണക്കേടായി പോയി. അപ്പൊ അതിൽ വലിയ നാണക്കേടല്ലേ? താങ്കൾ ചെയ്തത് ഒരു കുറ്റമാണെങ്കിൽ താങ്കൾ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഇത്തരം ഗുരുതരമായ ഒരു കുറ്റകൃത്യം മറച്ചു വെക്കുകയും ആ പരാതി വൈകിപ്പിക്കുകയും ചെയ്ത ഇപ്പോഴത്തെ ചെയർമാൻ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയായിരിക്കും ട്രസ്റ്റ് സ്വീകരിക്കുന്നത്? അതെ, ട്രസ്റ്റ് ഭാരവാഹികളും ഈ അറബി കോളേജ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അവരെ ഒന്നും പറയുന്നില്ല, അവരൊന്നും പോയി വെളി കാണുന്നില്ല അവരെ. ശരി, എന്തായാലും താങ്കൾ പ്രതികരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ഈ സംഭവം വലിയൊരു വാർത്തയല്ലായിരിക്കും പലർക്കും. ഒരു കുട്ടി ആദ്യമായല്ല ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിടുന്നതെന്നും പറയാൻ വയ്യ. മറ്റു കുട്ടികളിൽ പലർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. ഭയം കൊണ്ടും നാണക്കേട് കൊണ്ടും അവരത് പുറത്ത് പറയാത്തതായിരിക്കാം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുഴുവൻ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയരാക്കണം. എന്തുകൊണ്ടാണ് KTCT ട്രസ്റ്റിൻ്റെയോ കോളേജിൻ്റെയോ അധികൃതർ അത്തരമൊരു കൗൺസിലിംഗ് വേണമെന്ന് ആവശ്യപ്പെടാത്തത്? എല്ലാ വർഷവും ഒരു മാധ്യമ പ്രവർത്തകന് KTCT ട്രസ്റ്റ് പുരസ്കാരം നൽകാറുണ്ടെന്ന് മുൻ ചെയർമാൻ PJ നഹാസ് പറയുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഇക്കൊല്ലം 7-8 മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരം നൽകിയത്? ഉത്തരം നിങ്ങൾക്കുമറിയാം, മറ്റെല്ലാം മാറ്റിവെക്കാം. പക്ഷേ ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിനിരയാകുമ്പോൾ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും പരാതിയിൽ നടപടി ഉണ്ടാകാതിരിക്കാൻ വൈകിപ്പിക്കുന്നവരുമെല്ലാം ഈ കുറ്റം ചെയ്യുന്നതിന് തുല്യരാണ്. മുഴുവൻ കുട്ടികളെയും കൗൺസിലിങ്ങിന് വിധേയരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കോളേജ് അധികൃതർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ.
വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.